എടോ മാറടോ. ബോ കുളിക്കാൻ പോവാ നമുക്ക്. ആരോ പോയി കുളിച്ചേ. അയ്യേ ആരോനെ എടുത്തോണ്ട് പോയി. യോ ബോയ്സ് ഗ്രൂമിംഗ് ടൈം. ബോ കേറ് ജം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബോൻ്റെയും ആരോൻ്റെയും ഗ്രൂമിംഗ് ഡേ ആണ്. ഇന്നലെ രാത്രി നമ്മൾ ആൻ്റണി ചേട്ടൻ്റെ അടുത്ത് നിന്ന് അവരെ പിക്ക് ചെയ്തിട്ട് ഇവിടെ കൊച്ചിയിലേക്ക് അജയുടെ വീട്ടിലേക്ക് വന്നാണ്. അപ്പോൾ ഇപ്പം നമ്മൾ റോംസൺ റാക്സിലാണ് പോകുന്നത്. അവിടെയാണ് അവരെ ഗ്രൂമിങ്ങിന് കൊടുക്കുക. ഹഫ്റ്റിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ ഒരു ദിവസം മുമ്പേ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട ഇതുള്ളത് കൊണ്ട് നമുക്ക് ഹഫ്റ്റിൽ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കാരണം അവരത്രയും നന്നായിട്ട് ബുഷിങ്ങിട്ടുണ്ട്. അവിടെ ആൻ്റണി ചേട്ടൻ്റെ അടുത്ത് ഫുള്ള് പറമ്പിൽ ഓടിക്കളിക്കുകയും ചാടിക്കളിക്കുകയും ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അവരെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോവാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ബോ ആൻഡ് ആരോൻ്റെ ഗ്രൂമിങ് കണ്ടില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ് ബോ ആൻഡ് ആരോ ഗ്രൂമിങ് പരിപാടികൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. എടോ മാറടോ, ഞാനിവിടെ ഇരിക്കട്ടെ. എന്താ ഇത്? ഞാനിവിടെ ഇരിക്കും. പോടാ പോടാ ബാക്ക് ബാക്ക്. ആരോ ഇതേ അജയുടെ മടി കയറാൻ വേണ്ടി നിൽക്കുവാണ്. എന്തേ ഇന്ന് മടി കയറ്റുന്നില്ലേ ഡാഡ ആരോ ബേബിനെ? ആരോ ബേബിനെ മടി കയറ്റിയില്ല ഡാഡ. കുളിച്ചു കഴിഞ്ഞിട്ടാണ്. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള കുളി തന്നെ വേണം രണ്ടുപേർക്കും. കാരണം അവിടെ ആലപ്പുഴ ആന്റണി ചേട്ടന്റെ കൂടെ നിന്ന സമയത്ത് ഒത്തിരി അഴുക്കാവാൻ കാരണം വേറെ ഒന്നുമല്ല. അവിടെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്, അതായത് ഒരു പ്ലേ ഏരിയ ഉണ്ട് ഇവിടെ ഡോഗ്സിന് കളിക്കാനൊക്കെ. അപ്പൊ ഇവര് രണ്ടുപേരെയും തുറന്നു വിടുമ്പോ ഇവര് കുറേ സമയം അവിടെ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഭയങ്കരമായിട്ട് അഴുക്കായിട്ടുണ്ട്. പിന്നെ ഇന്നലെ ലേറ്റ് നൈറ്റ് ആണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഗ്രൂമിങ്ങിനും ഒന്നും എവിടെയും കൊടുക്കാനൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഫസ്റ്റ് ഡ്യൂട്ടി ബോനെ ആരോനെയും ഗ്രൂം ചെയ്യാന്ന് വിചാരിച്ചത്. ആരോ ബേബി എങ്ങനെ ഉണ്ടായിരുന്നു ബോർഡിംഗ് എല്ലാം? ആന്റണി ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് ഫീഡ്ബാക്ക് പറഞ്ഞേ ആരോ ബേബി. ബോയ്ക്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ആരോഗ്യം കുഴപ്പമില്ല, പക്ഷെ ബോയ്ക്ക് അവിടെ നിന്നിട്ട് എനിക്കാണ് അവിടെ ഗേൾഫ്രണ്ട് എന്തോ സെറ്റ് ആയെന്ന് തോന്നുന്നു. പിന്നെ പുള്ളി അടിപൊളിയായിട്ടാണ് നോക്കിയത്. നമ്മള് എടാ അവിടെ നിക്ക്, നീ കേറണ്ട, മേത്ത് കയറണ്ട, അവിടെ ഇരുന്ന് അങ്ങനെ ഫോണിൽ എങ്ങനെ നോക്കിയാലും അജയിന്റെ അടുത്ത് ആരോ കേറും. അവനറിയാം അജയിന്റെ അടുത്ത് എങ്ങനെയെങ്കിലും കേറി പറ്റണം എന്നുള്ളത്. നമ്മൾ അവിടെ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും പുള്ളി നല്ല രീതിയിൽ, കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ആ ചേട്ടനും മനസ്സിലായി ജാനറ്റ് പെറ്റ് ബോർഡിംഗ്. അതായത് പുള്ളിക്ക് ഒരു ഡോഗ് ഉണ്ട്, സെന്റ് ബെർണാഡ്. അവന്റെ പേരാണ് ജാനറ്റ് എന്നുള്ളത്. അവന്റെ പേരിലാണ് ആ ബോർഡിങ്ങിന്റെ ഇത് പുള്ളി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ പുള്ളി അതുപോലെ തന്നെയാണ് എല്ലാരും നോക്കണേ. അതായത് ഇപ്പൊ നമ്മള് അവിടെ നിന്ന് ഞങ്ങള് പുള്ളിക്ക് മനസ്സിലായി ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ അവരെ അങ്ങനെ ബോർഡിങ്ങിനൊന്നും കൊടുക്കൂല. അപ്പൊ നമ്മളെ നിർത്തിയിട്ട് പോയ സിറ്റുവേഷൻ കണ്ടപ്പോ തന്നെ പുള്ളിക്ക് മനസ്സിലാവും. പുള്ളി പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ഞാൻ എപ്പോഴും ഫോട്ടോ ഒക്കെ അയച്ചുതരാം. ആരോനെ കണ്ടാൽ തന്നെ അറിയാം പുള്ളി എങ്ങനെയാന്ന് നോക്കിയെന്നുള്ള. കാരണം ആരോ നല്ല രീതിയിൽ ഫുഡ് അടിക്കും. നമ്മളൊരു കൺട്രോൾ ചെയ്തിട്ടാണ് അവന് ഫുഡ് കൊടുക്കുന്നത്. പക്ഷെ ചേട്ടൻ അവന് വിശപ്പനുസരിച്ച് വിശപ്പനുസരിച്ച് അങ്ങനെയല്ല, ആവശ്യത്തിൽ കൂടുതൽ ഇവൻ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് നോക്കിയത്. പിന്നെ ഓരോ പ്രാവശ്യം ഫുഡ് കൊടുക്കുമ്പോഴാണെങ്കിലും പുറത്തിറക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് വീഡിയോ അയച്ചു തരും. നമ്മൾ വർക്കിന്റെ ഇടയിൽ ബിസി ആണെന്നുണ്ടെങ്കിലും പുള്ളി ഓട്ടോമാറ്റിക്കലി ചോദിക്കാണ്ട് തന്നെ ഇത് അയച്ചു തരുന്ന സിറ്റുവേഷൻ ആണ്. പിന്നെ നമ്മൾ ഇന്നലെ എടുക്കാൻ പോയപ്പോഴാണെങ്കിലും നമ്മൾ ലേറ്റ് ആയി രാത്രി എത്തിയപ്പോഴത്തേക്കും. അപ്പൊ പുള്ളി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നമുക്ക് അവരെ തന്ന്. അത് കഴിഞ്ഞിട്ട് ബോ ആദ്യമേ പുറത്തിറക്കിയപ്പോഴത്തേക്കും ബോ വിചാരിച്ചു ബോനെ സുസു പൊട്ടി അതിനുവേണ്ടി ഇറക്കിയതാണെന്നുള്ള. അപ്പോ ബോ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ചുമ്മാ തമാശക്ക് പറഞ്ഞു എന്നാ ബോ അകത്ത് ഇറക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബോ ഓടി അകത്ത് കയറാൻ പോയി. അപ്പൊ അത്രയും അവൻ കംഫർട്ടബിൾ ആണ് അവിടെ. കാരണം അവൻ അങ്ങനെ ഇങ്ങനെ എല്ലാവരുമായിട്ടും അങ്ങനെ ആ ഒരു അവനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു സംഭവം അവൻ എല്ലാവർക്കും കൊടുക്കൂല. പക്ഷെ പുള്ളിയുടെ അടുത്ത് ഭയങ്കര സൂപ്പർ ചില്ലായിരുന്നു ബോ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ബോ പേടിച്ച് നിൽക്കും. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ജസ്റ്ററും ബോന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. ബോ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിരുന്നു അവിടെ. ആരുടെ ക്ലാസ് അജയ് പറഞ്ഞ പോലെ ശരിക്കും ബോയ്ക്ക് അവിടെ ഏതോ ഒരു ഗേൾ ഫ്രണ്ട് സെറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബോ നിന്ന കൂട്ടിന്റെ തൊട്ടപ്പുറത്ത് ഒരു വൈറ്റ് കളർ ഡോഗ് ഉണ്ട്. അത് ഏതാ ബ്രീഡ് എന്ന് എനിക്ക് അറിയത്തില്ല. അവളാണെന്ന് തോന്നും ബോന്റെ ഗേൾ ഫ്രണ്ട്. കാരണം ഇന്നലെ രാത്രി എന്റെ പൊന്നെ ആരോ ഈ ഗ്ലാസ് താത്തല്ലേ. കാരണം ഇന്നലെ രാത്രി നമ്മൾ അവരെ പിക്ക് ചെയ്യാൻ പോയ സമയത്തും ആന്റണി ചേട്ടൻ കൂട് തുറന്നപ്പോഴത്തേക്കും ബോ വേഗം പോകുന്നത് ആ ഡോഗ് നിൽക്കുന്നത് അവളാണോ അവനാണോ എന്ന് എനിക്കറിയില്ല. ആ ഡോഗ് നിൽക്കുന്ന അങ്ങോട്ടേക്കാണ് പോയത്. അജയ് പറഞ്ഞ മാതിരി ബോ അങ്ങനെ
ബോനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു റൈറ്റ്സ്, ആ ഒരു പവർ അവനങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നൊന്നുമല്ല. പിന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ ബോയാണെങ്കിലും ആരോ ആണെങ്കിലും അവരെ അങ്ങനെ നമ്മൾ വേറെ എവിടെയും അങ്ങനെ ബോർഡിങ്ങിനൊന്നും നിർത്തിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ അവരെ ബോർഡിങ്ങിന് നിർത്തുന്നത്. ഇതിന്റെ മുന്നേ നമ്മുടെ വെഡിങ്ങിന്റെ സമയത്തായിരുന്നെങ്കിലും അവരെ പെറ്റ് സിറ്റിംഗ് ആണ് ചെയ്തത്. പിന്നെ അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്റെ മമ്മിയാണ് അവരെ നോക്കുക. അപ്പൊ ആന്റണി ചേട്ടനായിട്ട് ഇവര് സെറ്റ് ആവുമെന്ന്, പ്രത്യേകിച്ച് ബോ സെറ്റ് ആവുമെന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരന് അങ്ങനെ ഒരു എന്താ പറയാ ഒരു ടെൻഷനോ ഒന്നുമില്ലേന്നു ആന്റണി ചേട്ടന്. കാരണം പ്രത്യേകിച്ച് അമേരിക്കൻ പുള്ളിയാണ്, അങ്ങനെയൊന്നും ഇല്ലേന്നു. ചേട്ടൻ ഭയങ്കര ഫ്രീ ആയിട്ടാണ് ബോന്റെ അടുത്തും ആരോന്റെ അടുത്തും നിന്നത്. ഉറങ്ങിയോ അവൻ? ഉറങ്ങിയോ? സ്വാഭാവികം. ബോ ഇരുന്നുറങ്ങാന്ന് തോന്നുന്നു. നമ്മള് രാവിലെ തന്നെ ആയതുകൊണ്ട് അവർക്ക് ഫുഡ് കൊടുത്തിട്ടില്ല. കാരണം ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് വണ്ടിയിൽ കയറ്റുമ്പോഴും പിന്നെ കുളിപ്പിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ വോമിറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി ഫുഡെല്ലാം കൊടുക്കാൻ. പിന്നെ 2-3 ദിവസം ആന്റണി ചേട്ടൻ്റെ അടുത്ത് നല്ല ഫുഡ് അടിയായിരുന്നു. കാരണം അവിടെ രാവിലെ ഡോഗ് ഫുഡും വൈകുന്നേരം റൈസും ചിക്കനും ആണ്. ഡ്രൈ ഫുഡ് എന്നാണോ പറയാ? ഡോഗ് ഫുഡ് എന്നല്ലേ പറയാ? ഓ സോറി ശക്തിമാൻ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. രാവിലെ അവിടെ ഡ്രൈ ഫുഡും വൈകുന്നേരം റൈസും ചിക്കനും ആണ്. അപ്പൊ അതുകൊണ്ട് ഫുഡൊക്കെ അത്യാവശ്യം അവര് നല്ലോണം കഴിച്ചിട്ടുണ്ട്. 2-3 ദിവസമാണെങ്കിലും നല്ല ഫുഡടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി ഗ്രൂമിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ഇതുപോലെ നമ്മൾ പെറ്റ്സിനെ എവിടെയെങ്കിലും ബോർഡ് ചെയ്തിട്ട് കൊണ്ടുവരുമ്പം നമ്മൾ നെക്സ്റ്റ് ഡേന് കഴിയുന്നതും അവരെ പിക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഗ്രൂം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഇത് ഗ്രൂമിങ്ങിന് കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ എന്തെങ്കിലും ടിക്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വേറെ കുറെ ഡോഗ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഒരു ടിക് ഫ്രീ ബാത്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതേ നമ്മൾ റോംസ് ആൻഡ് റാക്സിൽ എത്തിയിട്ടുണ്ട്. ആരോ അജയുടെ മടി കയറിയതാണ് ഈ കാണുന്നത് മൊത്തം. ഇന്ന് എവിടെയാണോ അജയ് വണ്ടി വാഷ് ചെയ്യാൻ കൊടുക്കുന്നത് അവര് മിക്കവാറും നിന്നെ തെറി വിളിക്കും. ആരോ ബേബി, കുളിക്കാൻ പോവാ നമുക്ക്, വാ പുറത്തിറങ്ങ. ആരോ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വാട്ടാ. ഇവരുടെ ഗ്രൂമിങ് സെക്ഷൻ വരുന്നത് മുകളിലാണ്. അപ്പോൾ ആരോനെ ഓൾറെഡി അവർ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ഇതേ ബോനെ അജയ് കൊണ്ടുപോവാണ്. ആരോ പോയി കുളിച്ചേ. അയ്യേ, ആരോനെ എടുത്തുകൊണ്ട് പോയി. ആരോനെ കൊണ്ടുപോയി. ആദ്യം തന്നെ ആരോൻ്റെ നെയിൽസാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, അവൻ കുറച്ചിങ്ങനെ പാനിക് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്തേക്ക് പോകാമെന്നുള്ളത്. പുറത്ത് ദേ ഇവിടെ ബോയും അജയും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആരോനെ കൊണ്ടുപോയ സമയത്ത് ബോ കുറച്ച് പാനിക്കായി. ആരോനെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നുള്ള അവൻ കണ്ടില്ല. അപ്പോൾ അജയ് കുറച്ച് നേരം ബോൻ്റെ കൂടെ ഇങ്ങനെ ഓടിക്കളിക്കുകയും അതേപോലെ കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കി നിന്ന് ബോനെ ഒന്ന് റിലാക്സ് ചെയ്യുകയായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സോഫയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോൻ്റെ ഗ്രൂമിങ് എല്ലാം കഴിഞ്ഞിട്ട് വേണം ബോൻ്റെ ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ അറ്റ് എ ടൈം ഇവർക്ക് 1-2 പപ്പീസിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൾറെഡി അതിൻ്റെ അകത്ത് വേറെ കുറച്ച് പപ്പീസിനൊക്കെ അവർ ഗ്രൂമിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം രണ്ടുപേരുടെയും ബാത്തും പരിപാടി എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ബോനെ ഡ്രയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോയ്ക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ഈ ഡ്രയർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രൈ ചെയ്യാന്ന് പറയുന്നത്. ബോയ്ക്ക് ഭയങ്കര പേടിയാണ്.
അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് എത്രയൊക്കെ ചെയ്യാൻ നോക്കിയിട്ടും അവൻ വല്ലാതെ പാനിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് അജയ് ഇപ്പോൾ വന്നതാണ്. സാധാരണ അജയ് കുളിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ഹെയർ ഡ്രയർ വെച്ചിട്ടാണ് ബോനെ ഡ്രൈ ആക്കാറ്. പക്ഷെ അപ്പോഴൊന്നും ബോയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പുറത്ത് നമ്മൾ ഇതുപോലെ ഗ്രൂമിങ്ങിന് കൊടുക്കുന്ന സമയത്ത് അവർ ആ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പം ബോയ്ക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എപ്പോഴും അജയ് കൂടെ തന്നെ വേണം. അവന് ഡാഡ് കൂടെ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു സമാധാനം കിട്ടുക. അപ്പോൾ അജയ് തന്നെ കൂടെ നിന്നിട്ട് അജയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോഴാണ് അവന് കുറച്ചൊന്ന് അവൻ റിലാക്സ് ആയിട്ട് ഇരിക്കുക. ആരോ ബേബിയുടെ എല്ലാ പണിയും കഴിഞ്ഞു. ഗ്രൂമിങ്ങും നെയിൽ കട്ടിങ്ങും ഇയർ ക്ലീനിങ്ങും അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ആരോയ്ക്ക് അങ്ങനെ ഞങ്ങൾ ആരെങ്കിലും കൂടെ നിൽക്കണോ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആരെങ്കിലും കൂടെ നിൽക്കുമ്പോഴാണ് ആരോ കുറച്ച് ഭയങ്കര ഹൈപ്പറായിട്ട് ആക്ട് ചെയ്യുക. അല്ലെങ്കിൽ അവൻ നോർമലായിട്ട് അവിടെ നിന്നോളും. അവനങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ബോ അങ്ങനെയല്ല. ബോയ്ക്ക് ഇപ്പോൾ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഇയർ ക്ലീനിങ് ആണെങ്കിലും അജയ് കൂടെ നിൽക്കണം. കാരണം സാധാരണ വീട്ടിൽ നിന്ന് അജയ് കുളിപ്പിക്കുമ്പോൾ അജയാണ് ഡ്രൈ ചെയ്യിപ്പിക്കുന്നതും അതേപോലെ നെയിൽ കട്ട് ചെയ്യുന്നതും ഇയർ ക്ലീൻ ചെയ്യുന്നതും ഒക്കെ അജയാണ്. അപ്പോൾ ഇവിടെ ഗ്രൂമിങ്ങിന് കൊടുക്കുമ്പോൾ അവരെ കുളിപ്പിക്കുന്നതൊന്നും അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ ഡ്രയർ യൂസ് ചെയ്യുമ്പോഴും അതേപോലെ ഇയർ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ അജയ് എപ്പോഴും അടുത്ത് തന്നെ വേണം. അജയ് ഇല്ലെങ്കിൽ അവർ കുറച്ച് പാനിക്കും. പ്രത്യേകിച്ച് ബോ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവും. അതുകൊണ്ട് ഇപ്പം ഗ്രൂമിങ്ങിന് കൊടുക്കുകയാണെങ്കിലും ഡ്രൈ ചെയ്യിപ്പിക്കാനും ഇയർ ക്ലീൻ ചെയ്യിപ്പിക്കാനൊക്കെ സ്റ്റാഫിൻ്റെ കൂടെ അജയ് കൂടെ തന്നെ നിൽക്കും. ചെറിയ പിള്ളേരുടെ മാതിരിയാണ് ബോ. അപ്പം അവരുടെ ഗ്രൂമിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നേരെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് അവർക്ക് കുറച്ച് ഫുഡ് കൊടുക്കണം, നേരെ കിടത്തി ഉറക്കണം. ഇതാണ് പരിപാടി. അപ്പം എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം. ആരോ ബേബി ബാക്ക് പോയേ. എനിക്ക് ഒരു ഓയിൽ മസാജ് എടുക്കണം. എൻ്റെ ഹോട്ട് ഓയിൽ മസാജ് എടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ പിള്ളേരെ വീട്ടിലാക്കി അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരെ ഒന്ന് സെറ്റിലാക്കിയിട്ട് വേണം പോവാൻ. ഇനിയിപ്പോൾ അവരെന്തായാലും നല്ല ഉറക്കം പരിപാടിയൊക്കെ ആയിരിക്കും. കാരണം നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഗ്രൂമിങ് ഒക്കെയാണ് ചെയ്തത്. ആരോ ബേബി ഇതേ അജയുടെ മടിയിലിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല, ഇപ്പൊ നല്ല മണം. അതെ, സുന്ദരനായിട്ടുണ്ട് ആരോ ബേബി. സുന്ദരൻ സുന്ദരൻ. ആരോയ്ക്ക് നല്ല ഉറക്കമുണ്ട്. ദേ തിരിച്ചു പോകുമ്പോൾ തന്നെ അവൻ ദേ അജയുടെ മടി കിടന്ന് ഉറങ്ങിപ്പോയി. ആരോ ബേബി ഉറങ്ങുവാണോ? ഫുഡ് കഴിക്കണ്ടേ? അങ്ങനെ പിള്ളേരെ അജയുടെ വീട്ടിലാക്കി അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരിപ്പോൾ കിടന്ന് ഉറങ്ങുവാണ്. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. ഞാനിപ്പം കാക്കനാടുള്ള സലൂണിലേക്ക് പോവുകയാണ്. എനിക്കൊരു ഹോട്ട് ഓയിൽ മസാജ് എടുക്കണം. അജയ്ക്ക് MG റോഡിൽ പോകേണ്ട ആവശ്യമുണ്ട്. ക്യാമറയുടെ കുറച്ച് എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഓളോനൊന്ന് വാഷ് ചെയ്യണം. കാരണം ആകെ ഫുള്ള് മുഷിഞ്ഞിരിക്കുകയാണ്. പിള്ളേരുടെ ഹെയറും എല്ലാം കൂടിയൊക്കെ ആയിട്ട് ഭയങ്കര മുഷിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓളോനെ ഒന്ന് വാഷ് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞിട്ട് അജയ് തിരിച്ചു വരും. മീൻവൈൽ ഞാൻ സലൂണിൽ പോയിട്ട് നല്ലൊരു ഹോട്ട് ഓയിൽ മസാജ് എടുക്കണം എനിക്ക്. പിള്ളേരെന്തായാലും അവിടെ വീട്ടിൽ ഉറക്കമാണ്. കാരണം ഇനിയിപ്പോൾ എന്തായാലും അവർക്ക് നല്ല ഉറക്കമായിരിക്കും. രാത്രി വരെ ഉറങ്ങുക തന്നെയായിരിക്കും. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഗ്രൂമിങ് ആയിരിക്കും. അപ്പോൾ എന്തായാലും സലൂണിലേക്ക് പോകാം. അപ്പോൾ ദേ അജയ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതേ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ദോ ഹോട്ട് ഓയിൽ മസാജ് എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി ബോനെ ആരോനെയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണം. കാരണം ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരു സീനായിരിക്കും. ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ വരുന്നുണ്ട്, മഴയൊക്കെ പെയ്തുകൊണ്ട്. പിന്നെ പിള്ളേരെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്.